രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ നാരായണീയൻ ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 8ാമത്തെ ദശകം. നമ്മൾ അതേ കണക്ക് തന്നെ 13ാമത്തെ ശ്ലോകമാണ്. അതേ കണക്ക് എപ്പിസോഡ് 87ാമത്തതാണ്. നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനു മുമ്പുള്ള നാരായണീയം ലഭിക്കുന്നതാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടും. എല്ലാ ചൊവ്വാഴ്ചയും 12 മണിക്ക് രാധാദേവിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ വളരെ അടുക്കിന് നിരവധി റിസർച്ച് ചെയ്ത് അവതരിപ്പിക്കുകയാണ്. കൃഷ്ണൻ്റെ രാധ, കണ്ണൻ്റെ രാധ, രാധയുടെ പ്രണയം എന്ന പേരിൽ നിങ്ങളുടെ കൈകളിലേക്ക് ചൊവ്വാഴ്ച ലഭിക്കും. എല്ലാ വ്യാഴാഴ്ചയും നമുക്ക് അഷ്ടപതിയുടെ ക്ലാസ്സാണ്. എല്ലാ വെള്ളിയാഴ്ചയും സൗന്ദര്യ ലഹരി, അതിൻ്റെ പകുതി ശ്ലോകം ശിവഭഗവാൻ എഴുതിയതാണ്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സും നിങ്ങൾ കൃത്യമായി കേൾക്കുക. പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്, നിങ്ങളത് കേൾക്കുക. അതല്ല നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. ഞാൻ കൊല്ലത്താണ് താമസിക്കുന്നത്. അപ്പോൾ ദൂരെയുള്ളവർക്ക് ഹോസ്റ്റൽ സൗകര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് താമസിക്കാം. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും, അല്ലെങ്കിൽ മുഴുവൻ എമൗണ്ടും തിരിച്ചു തരുമെന്നതാണ് എൻ്റേതായ ഒരു രീതി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ജ്യോതിഷം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം നമ്മൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കേൾക്കുക. ജ്യോതിഷപരമായി എന്ത് സംശയം ഉണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട്, 9645333999. ഈ നമ്പറിലേക്ക് എന്നെ വിളിച്ചാൽ മതി. നിശ്ചയമായിട്ടും ഇത് മുഴുവനും തികച്ചും സൗജന്യമായിരിക്കും. നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് ഇത് ലഭിക്കുന്നതായിരിക്കും. അതേ കണക്ക് തന്നെ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് എടുത്താൽ അഷ്ടാവക്ര ഗീതയുണ്ട്, കാണണം. പ്ലേലിസ്റ്റിൽ ഹിന്ദുക്കൾ അറിയേണ്ടവ എന്നതിലെ വീഡിയോസ് നിങ്ങൾ കാണണം. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളെക്കുറിച്ചുണ്ട്, നമ്മൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഉണ്ട്. അത് നിങ്ങൾ നിശ്ചയമായിട്ടും മറക്കാതെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വീഡിയോസ് കാണണം. അപ്പോൾ അതേ കണക്ക് തന്നെ കൃഷ്ണൻ്റെ പുനരവതാരമായ ശ്രീബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥയുണ്ട്, കാണുക. ഭക്തമീരയുണ്ട്, പിന്നെ ഷോർട്ട് വീഡിയോസ് ഉണ്ട്. അതുകൂടാതെ എല്ലാ ദിവസവും രാവിലെ 5:30 മണിയാകുമ്പം മോർണിംഗ് മെസ്സേജ് കിട്ടിയിരിക്കും. ഒരു പോസിറ്റീവ് എനർജിയോടുകൂടി നിങ്ങൾ ഉണരാൻ ശ്രദ്ധിക്കണം. പിന്നെ രാധാമാധവ ഗ്രൂപ്പിൽ ചേരേണ്ടവർ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ 9645333999 ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ, ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി.
അപ്പോൾ ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും രാധാമാധവത്തിൽ ആഡ് ചെയ്യുന്നതാണ്. അയക്കുന്നവർ അവരുടെ പേര് വ്യക്തമായിട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. അതേ കണക്ക് രാധികാ കവചം 2 ഉണ്ട്. 2 രാധികാ കവചവും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. രാധാ സഹസ്രനാമം കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്. അത് വരികൾ ഉൾപ്പെടെയും വരികളില്ലാതെയും. പിന്നെ രാധാ മാനസതന്ത്രമുണ്ട്. അതിനിഗൂഢമായ രാധാ മാനസതന്ത്രം അല്പ പാടിയിട്ടിട്ടുണ്ട്. ഇതൊക്കെ കേൾക്കുക. അപ്പം നമുക്ക് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് നാരായണീയം പാടിത്തരുന്നത് നിങ്ങൾക്ക് ഇനി ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കൃഷ്ണപ്രിയ, നമ്മുടെ പ്രിയങ്കരിയായ കൃഷ്ണപ്രിയ. രാധേ രാധേ ചാനലിന് എന്നും പ്രിയപ്പെട്ടതാണ് കൃഷ്ണപ്രിയ എന്ന് പറയുന്നത്. കാരണം രാധേ രാധേ ചാനൽ തുടങ്ങിയ കാലം തൊട്ടേ ഞങ്ങളുടെ എല്ലാ പ്രോഗ്രാമും കൃത്യമായി കാണുകയും ഇടയ്ക്ക് എന്തെങ്കിലും ഒരു മുടക്കം വന്നാലും പിന്നെ എപ്പോഴെങ്കിലും കണ്ടു തീർക്കും. കാരണം കൃഷ്ണപ്രിയ നല്ല തിരക്കാണ് കൃഷ്ണപ്രിയയ്ക്ക്. പിന്നെ ഞങ്ങൾ എന്തു പറഞ്ഞാലും ശരി തന്നെ, നമുക്കിപ്പോൾ നാരായണീയത്തിൻ്റെ ഒന്ന് പാടിയിടണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം പാടിയിടണമെന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും കൃഷ്ണപ്രിയയുടെ ഭാഗത്തുനിന്നൊരു നോ വരാറില്ല. അപ്പോൾ കൃഷ്ണപ്രിയ പറയും ഉറപ്പായിട്ടും സാറേ, ഉറപ്പായിട്ടും അത് പാടിയിടും എന്ന് പറയുകയും കൃഷ്ണപ്രിയ അത് പാടി ഇടുകയും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ കൃഷ്ണപ്രിയയും ഞാനും തമ്മിൽ ഒരു ഗുരു ശിഷ്യ ബന്ധമാണ്. അങ്ങനെയാണ്. കൃഷ്ണപ്രിയ എന്നെ ഗുരുവായി കാണുന്നു. അതുകൊണ്ട് തന്നെ കൃഷ്ണപ്രിയയെ ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യയായിട്ടാണ് കാണുന്നത്. അപ്പം എന്നാ പറയേണ്ടത്, അങ്ങനെ രാധേ രാധേ ചാനലിനെ സ്നേഹിക്കുന്ന, രാധേ രാധേ ചാനലിലെ ഓരോ പ്രേക്ഷകരും സ്നേഹിക്കുന്ന കൃഷ്ണപ്രിയ. കൃഷ്ണപ്രിയ അതിമനോഹരമായി പാടുകയാണ്. നിങ്ങൾ കേട്ടുകൊള്ളൂ, എന്നിട്ട് പഠിപ്പിക്കാം. അസ്മിൻ പരാത്മന്നനുപാത്മകൽപേ ത്വമിദ്ധമുദ്ധാപിത പത്മയോനി അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധിവാദാലയ വാസ വിഷ്ണു. അപ്പോൾ ഇത് കേട്ടുകൊള്ളൂ. അസ്മിൻ പരാത്മൻ നനു പാത്മകൽപേ ത്വമിദ്ധ ഉദ്ധാപിത പത്മയോനി അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധി വാതാലയ വാസ വിഷ്ണു. അർത്ഥം എഴുതിക്കോ. അസ്മിൻ, ഈ അസ്മിൻ എന്ന് പറഞ്ഞാൽ ഈ, പരാത്മൻ അർത്ഥം പരമാത്മാവായ അല്ലയോ ഗുരുവായൂരപ്പ. പരാത്മൻ പരമാത്മാവായ അല്ലയോ ഗുരുവായൂരപ്പ. നനു അർത്ഥം ആകട്ടെ. നനു പാത്മകൽപേ അർത്ഥം പാത്മകൽപ്പത്തിലാകട്ടെ, അല്ലെങ്കിൽ പത്മകൽപ്പൻ, രണ്ടും പറയാറുണ്ട്. പത്മകൽപ്പത്തിലാകട്ടെ. ത്വമിദ്ധം ഇപ്രകാരം, ത്വമിദ്ധം ഇപ്രകാരം. പിന്നെ ഉദ്ധാപിത അർത്ഥം ഉണ്ടായത്, ഉത്ഭവിക്കപ്പെട്ട. ഉദ്ധാപിത എന്ന് പറഞ്ഞാൽ ഉത്ഭവിക്കപ്പെട്ട. പത്മയോനി പത്മയോനിയോട് കൂടിയവൻ. മനസ്സിലല്ലേ? താമര യോനിയിൽ നിന്ന് ജനിച്ചവൻ. അതെന്താണെന്ന് ഞാൻ പിന്നെ വിശദമാക്കി തരുന്നതാണ്. അനന്തഭൂമ അനന്തമായ മാഹാത്മ്യത്തോടു കൂടിയ. അനന്തഭൂമ അനന്തമായ മാഹാത്മ്യത്തോടു കൂടിയ. മമ എൻ്റെ. രോഗരാശിം രോഗങ്ങളുടെ കൂട്ടത്തെ. രോഗങ്ങളുടെ കൂട്ടത്തെ. നിരുന്ധി നിരോധിക്കണമേ, അതായത് ഇല്ലാതാക്കണമേ. വാതാലയ വാസ വാതാലയവാസൻ ഗുരുവായൂരപ്പൻ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലയോ പരമാത്മസ്വരൂപനായ ഗുരുവായൂരപ്പ,
ആ പാത്മകൽപ്പത്തിൽ ഇപ്രകാരം താമരപ്പൂവിൽ ജന്മമെടുത്ത ആ ബ്രഹ്മാവിനെ സൃഷ്ടിച്ചവനായ വിഷ്ണു ഭഗവാനെ അനന്തമായ മാഹാത്മ്യമുള്ള വാതാലയേശ, അതായത് ഗുരുവായൂരപ്പ, എൻ്റെ രോഗങ്ങളെ എല്ലാം ഇല്ലാതാക്കണേ. ഓർമ്മിക്കുക, രോഗങ്ങൾ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ഉഗ്രൻ മന്ത്രം കൂടിയാണ് ഈ 13ാമത്തെ ശ്ലോകമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവര് ഈ ശ്ലോകം, ഇതൊരു ഉഗ്രൻ ശ്ലോകമാണ്, ഇതൊരു ഉഗ്രൻ മന്ത്രമാണ്. ഇത് നിങ്ങൾ നിശ്ചയമായും എല്ലാ ദിവസവും ജപിക്കുകയാണെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ മഹാവിഷ്ണു നിങ്ങളുടെ അസുഖങ്ങൾക്കൊക്കെ ഒരു അറുതി വരുത്തി തരും. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് പരമാത്മ സ്വരൂപനാണ് ഗുരുവായൂരപ്പ, അതെനിക്കറിയാം. ആത്മകൽപ്പത്തില് താമരയില് ജന്മമെടുത്ത ആ ബ്രഹ്മാവിനെ സൃഷ്ടിച്ചതും അങ്ങാണെന്ന് ഞങ്ങൾക്കറിയാം. അല്ലയോ വിഷ്ണു ഭഗവാനെ, മാഹാത്മ്യമുള്ള, അതായത് അനന്തമായ എണ്ണിയാൽ ഒടുങ്ങാത്ത ഗുണഗണങ്ങളുള്ള വാതാലയേശ, അങ്ങ് എൻ്റെ രോഗങ്ങളെ ഇല്ലാതാക്കണേ. അപ്പൊ ബ്രഹ്മാവിനെ പോലും സൃഷ്ടിച്ച മഹാവിഷ്ണു ഭഗവാനെ, എണ്ണിയാലൊടുങ്ങാത്ത മാഹാത്മ്യമുള്ള സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പ, എൻ്റെ രോഗങ്ങളെ മുഴുവനും ഇല്ലാതാക്കണേ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് ഓരോ വരി എടുക്കാം. ഒന്നാമത്തെ വരി, അസ്മിൻ പരാത്മൻ നനു പാദകൽപ്പേ. അസ്മിൻ ഈ പരാത്മൻ, പരമാത്മാവായ അല്ലയോ ഗുരുവായൂരപ്പ, നനു പാത്മകൽപ്പേ, ഈ പാത്മകൽപ്പത്തിലാകട്ടെ. അതായത് ഒന്നാമത്തെ വരിയുടെ കാര്യം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ വരിയിൽ ഒരു കൽപ്പം എന്നത് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസമാണ്. ഇപ്പം നമ്മൾ പുരാണങ്ങൾ വായിച്ചാൽ കൽപ്പം കൽപ്പം എന്ന് കിടക്കാറുണ്ട്. ഈ കൽപ്പം എന്ന് പറയുന്നത് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസമാണ്. അതായത് 4.32 ബില്യൺ മനുഷ്യ വർഷമാണ് ഏതെന്ന് പറയുന്നത് ഒരു കൽപ്പം. ഇതിൽ തന്നെ ഏറ്റവും പല കൽപ്പങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പമായി നമ്മൾ കരുതുന്നത് വരാഹകൽപ്പവും പിന്നെ പത്മകൽപ്പവുമാണ്. ഇതിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വരാഹകൽപ്പത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന ഒന്നാമത്തെ വരിയിൽ ഇതാണ് പറയുന്നത്, അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങ് പത്മകൽപ്പത്തില് ആരെ ജനിപ്പിച്ചു? ബ്രഹ്മാവിനെ ജനിപ്പിച്ചു. ഭഗവാനെ ശ്രീകൃഷ്ണ, അങ്ങ് പത്മകൽപ്പത്തിൽ ബ്രഹ്മാവിനെ ജനിപ്പിച്ചു. ഇനി നമുക്ക് രണ്ടാമത്തെ വരി നോക്കാം. ത്വമിദ്ധമുദ്ധാപിത പത്മയോനി. കണ്ടില്ലേ? ഉദ്ധാപിത പത്മയോനി. ത്വമിദ്ധം, അങ്ങ് ഇപ്രകാരം, ഉദ്ധാപിത ഉത്ഭവിച്ചു, പത്മയോനി താമര യോനിയിലങ്ങ് ജനിക്കുകയാണ് ചെയ്തത്. അതായത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പാദകൽപ്പത്തിലാണ്. ഞാൻ പറഞ്ഞല്ലോ നിരവധി കൽപ്പമുണ്ട്. അതിൽ ഈ വരാഹകൽപ്പവും പാത്മകൽപ്പവുമാണ് ഏറ്റവും പ്രധാനം. ഇതിനകത്ത് പാദകൽപ്പം എന്ന ഒരു കൽപ്പത്തിൽ, ഇപ്പൊ കൽപ്പം എന്താണെന്ന് നിങ്ങൾക്കറിയാം, ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തെയാണ് കൽപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാദകൽപ്പത്തില് പത്മയോനിയായ ഭഗവാൻ തൻ്റെ നാഭിയിൽ മുളച്ച താമരയിൽ നിന്നും ബ്രഹ്മാവിനെ ജനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പാദകൽപ്പത്തില് സാക്ഷാൽ ആരാണ്? ബ്രഹ്മാവിനെ തൻ്റെ നാഭിയിൽ നിന്ന് മുളപ്പിച്ച താമരയിൽ നിന്ന് ഭഗവാൻ ജനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു കുഞ്ഞ് ജനിക്കുന്നത് അതിൻ്റെ അമ്മയുടെ യോനിയിലൂടെയാണ് ജനിച്ചു വരുന്നത്. അപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുന്നത് എപ്പോഴും അതിൻ്റെ മാതാവിൻ്റെ യോനിയിലൂടെയാണ് ജനിച്ചു വരുന്നത്. ഇതുപോലെ ബ്രഹ്മാവും ഒരു യോനിയിലൂടെ ജനിച്ചു വരണം. ആ യോനി ഏതായിരുന്നു? ഭഗവാന്റെ പൊക്കിൾ ചുഴിയിൽ ഒരു താമര വിരിഞ്ഞു. ആ താമരയിൽ നിന്നാണ് ബ്രഹ്മാവ് ജനിച്ചത്. ഇപ്പോൾ ഒരാൾ ജനിക്കാൻ ഒരു യോനി വേണം. ആ യോനി താമര ആയതുകൊണ്ട് നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ താമര യോനി, അല്ലല്ലേ? സംസ്കൃതത്തിൽ പറയുമ്പോൾ പത്മയോനി. പത്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമര എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പത്മയോനി ഒരു സംസ്കൃത പദമാണ്. പത്മയോനി എന്ന് വിശേഷിപ്പിക്കുന്നത് ബ്രഹ്മാവിനെയാണ്. അതായത് താമര, എല്ലാവരും സ്ത്രീ യോനിയിൽ നിന്ന് ജനിക്കുമ്പോൾ
ബ്രഹ്മാവ് പത്മത്തിൻ്റെ യോനിയിൽ നിന്ന് ജനിച്ചതുകൊണ്ടാണ് ബ്രഹ്മാവിന് പത്മയോനി എന്ന പേര് കിട്ടിയിരിക്കുന്നത്. അപ്പൊ കൃഷ്ണന്റെ നാഭിയിലെ താമരയിൽ നിന്ന് ജനിച്ചവൻ എന്നാണ് ഈ പത്മയോനി എന്ന വിളി കൊണ്ട് അർത്ഥമാക്കുന്നത്. വിഷ്ണു പുരാണത്തിലും മാർക്കണ്ഡേയ പുരാണത്തിലും പറയുന്നു പത്മം എന്നാൽ താമര എന്നാണ് അർത്ഥം. ഇത് പരിശുദ്ധിയെ സൂചിപ്പിക്കുന്നു. യോനി എന്നാൽ ജന്മസ്ഥലം എന്നാണ് അർത്ഥം. അപ്പൊ പത്മയോനി എന്ന് പറഞ്ഞാൽ അതീവ വിശുദ്ധമായ സ്ഥലം എന്നർത്ഥം. അപ്പൊ ബ്രഹ്മാവ് ജനിച്ചത് പ്രപഞ്ചത്തിലെ ഏറ്റവും വിശുദ്ധമായ സ്ഥലത്ത് നിന്നാണ്. അതിനപ്പുറം വിശുദ്ധമായ ഒരു സ്ഥലം ഇനി ഉണ്ടാകാനില്ല. അപ്പൊ ബ്രഹ്മാവ് ജനിച്ചത് അതീവ വിശുദ്ധമായ ഒരു സ്ഥലത്ത് നിന്നാണ്. അതിനപ്പുറം വിശുദ്ധമായ ഒരു സ്ഥലം ഇനി ഉണ്ടാകാനായിട്ട് ഇല്ല. അതുകൊണ്ടാണ് പത്മയോനി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അത് വിഷ്ണു പുരാണത്തിലും വൈകുണ്ഠ പുരാണത്തിലും പറയുന്നു. താമരയോനി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വിശുദ്ധമാണ്. അപ്പൊ അതുകൊണ്ട് ബ്രഹ്മാവിനെ പത്മയോനി എന്ന് വിശേഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ രണ്ടാമത്തെ വരിയുടെ അർത്ഥം മനസ്സിലായല്ലോ. ഇനി നമുക്ക് മൂന്നാമത്തെയും നാലാമത്തെയും ശ്ലോകം, അത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് ഒന്നായി നോക്കാം. അനന്തഭൂമ മമ രോഗരാശിം നിരുന്ധി വാതാലയ വാസ വിഷ്ണു. അനന്തഭൂമ എണ്ണിയാൽ ഒടുങ്ങാത്ത മാഹാത്മ്യമുള്ളവനെ, മമ രോഗരാശിം എൻ്റെ രോഗങ്ങളുടെ കൂട്ടത്തെ, നിരുന്ധി ഇല്ലാതാക്കണം, വാതാലയവാസ. വാതാലയവാസ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പ എന്നാണ് ഇതിനെ അർത്ഥം. അപ്പൊ ശ്രദ്ധിച്ചു കേട്ടോളണം. ഭഗവാനെ ഗുരുവായൂരപ്പ എൻ്റെ രോഗങ്ങളുടെ കൂട്ടത്തെ ഇല്ലാതാക്കണമേ എന്നാണ്. ഭഗവാനെ ഗുരുവായൂരപ്പ എൻ്റെ രോഗങ്ങളുടെ കൂട്ടത്തെ ഇല്ലാതാക്കി തരണമേ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭട്ടതിരിപ്പാട് രോഗങ്ങളുടെ കൂട്ടമെന്നാണ്. സത്യമല്ലേ? നമ്മുടെ ശരീരത്തെ നമുക്ക് എന്തൊക്കെ രോഗങ്ങളാണ്, രോഗങ്ങളുടെ ഒരു കൂട്ടമാണ്. അതാണ് ചിലപ്പോൾ പനി വരും, ചിലപ്പോൾ ജലദോഷം വരും, ചിലർക്ക് തലവേദന വരും, ചിലർക്ക് വയറ്റുവേദന വരും, ചിലർക്ക് കൈകാൽ കഴപ്പ് വരും, പിന്നെ ഗ്യാസിൻ്റെ അസുഖം പറയണ്ട, കൊളസ്ട്രോള്, പ്രഷർ, അങ്ങനെ രോഗങ്ങളുടെ ഒരു കൂട്ടമാണ്. അല്ലാതെ ഒരു രോഗമല്ല മനുഷ്യനുള്ളത്. അപ്പോൾ കണ്ണുകൾ അടച്ചുകൊണ്ട് പട്ടതിരിപ്പാട് പറയുക, ഭഗവാനെ കൃഷ്ണ കൃഷ്ണ, രോഗങ്ങൾ ഇങ്ങനെ ആക്രമിക്കുകയാണ്, ഒന്നിനു പുറകെ ഒന്നായിട്ട് ആക്രമിക്കുകയാണ്. പനിനീരമ്പം, ജലദോഷം തീരമ്പം, വയറ്റുവേദന തീരമ്പം, ഗ്യാസ് ട്രബിള്, പിന്നെ പറയാതിരിക്കുകയാണ് ഭേദം. രക്ഷിക്കണേ ഭഗവാനെ, രോഗങ്ങളുടെ ഈ ആക്രമണത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ. അതുകൊണ്ടാണ് ഇത് രോഗം കൊണ്ട് വരയുന്നവർക്ക് ഒരു ഉത്തമ മന്ത്രമാണിത്, ഒരു അത്യുത്തമ മന്ത്രം. ഒന്നേ ഉള്ളൂ, ഹൃദയത്തിൽ തട്ടി പ്രാർത്ഥിക്കണം. ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് വേണം പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ എല്ലാ മനുഷ്യർക്കും, അതായത് എല്ലാ മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും ഒക്കെ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരാണ്. ആരാ ഉള്ളത്? വൃക്ഷങ്ങൾ വരെ കണ്ടിട്ടില്ലേ രോഗം വന്ന് പട്ടുപോകുന്നത് കണ്ടിട്ടില്ലേ നമ്മൾ? അപ്പോൾ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കാത്തത് ആരുമില്ല. മനുഷ്യർക്ക് രോഗം, മൃഗങ്ങൾക്ക് രോഗം, പക്ഷികൾക്ക് രോഗം, അതേ കണക്ക് അതാണ് സസ്യജാലങ്ങൾക്ക് രോഗം. ഇനി എന്തിനു പറയുന്നു? നദികൾക്ക് രോഗം, പർവ്വതങ്ങൾക്ക് രോഗം, അല്ലേ? അങ്ങനെയല്ലേ നദികൾ വറ്റിപ്പോകുന്നത്? ചില നദികൾ വറ്റിപ്പോകും, ചില പർവ്വതങ്ങൾ പൊടിഞ്ഞു അതിൻ്റെ ശക്തി ഇല്ലാതായി വരുന്നുണ്ട്. അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ ഇന്ന പർവ്വതം ഇല്ലാതായി തീരും എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയത്തില്ലേ? അല്ലെങ്കിൽ ഇന്ന പർവ്വതത്തിലെ മഞ്ഞില്ലാതാകുമെന്ന് പറയത്തില്ലേ? അപ്പോൾ എല്ലാവരും രോഗങ്ങൾ കൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം രോഗം രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ശരീരത്തിന്, രണ്ട് മനസ്സിന്. മനസ്സിൻ്റെ രോഗം അങ്ങ് മൂർച്ഛിക്കുമ്പോഴാണ് നമ്മൾ ഭ്രാന്തൻ എന്ന പേര് വിളിക്കുന്നത്, മാനസിക സ്ഥിരതയില്ലാത്തവൻ എന്ന പേര് വിളിക്കുന്നത്. അതുകൂടാതെ ഹൃദയത്തിൽ എപ്പോഴും ടെൻഷനും ദുഃഖങ്ങളും. അപ്പോൾ ഭഗവാനെ കൃഷ്ണ, എൻ്റെ ശരീരത്തിനും രോഗം, എൻ്റെ മനസ്സിനും രോഗം. അപ്പം നിങ്ങളുടെ രോഗം ശരീരത്തിനാകട്ടെ അല്ലെങ്കിൽ മനസ്സിനാകട്ടെ, അതിനൊരു വൈദ്യൻ അല്ലെങ്കിൽ ഡോക്ടർ മാത്രം പോരാ.
ഒരു ഡോക്ടർക്കും നമ്മുടെ മാനസികമായ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായി സാധ്യമല്ല. അതിന് ഭഗവാന്റെ കാരുണ്യപൂർണമായ കടാക്ഷം ഉണ്ടായിരിക്കണം. ഭഗവാന്റെ കാരുണ്യം കലർന്ന നോട്ടമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ രോഗം ഇല്ലാതാകൂ. അതല്ലേ ഇപ്പൊ നമ്മൾ ഒരു ഡോക്ടർക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? നിങ്ങൾ അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ എത്തിയാൽ ഒരു ഡോക്ടർക്ക് ചെയ്യാൻ പറ്റുന്നത് ഇന്ന രോഗത്തിന് ഇന്ന മരുന്നെന്ന് അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. പിന്നെ പഠിച്ചിറങ്ങിയതിനു ശേഷം മെഡിക്കൽ റെപ്പ് ഒന്ന് പറയും, ദേ ഇന്ന അസുഖത്തിന് ഇന്ന മരുന്നാണ്. അപ്പൊ നിങ്ങൾ ICUവിൽ കിടക്കുമ്പോൾ അയാൾക്ക് ആ പഠിച്ച മരുന്ന് കുത്തിവെക്കാനല്ലേ പറ്റത്തുള്ളൂ. ആ മരുന്ന് നിങ്ങളുടെ ശരീരത്തെ എഫക്റ്റ് ആയാൽ രക്ഷപ്പെട്ടു, ആ മരുന്ന് എഫക്റ്റ് ആയില്ലെങ്കിൽ ആള് തീർന്നു. അപ്പൊ വൈദ്യനൊന്നും ചെയ്യാനില്ല. അയാൾ പഠിച്ചൊരു മരുന്ന് കുത്തിവെക്കുന്നു. അയാളുടെ സ്വന്തം മകൻ പിന്നെ ഹോസ്പിറ്റലിൽ ICUവിൽ കിടന്നാലും ഇതേ കുത്തിവെക്കാൻ പറ്റൂ, അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഈ ടാബ്ലറ്റേ തരാൻ പറ്റൂ. അത് രക്ഷപ്പെട്ടാൽ അത് നമ്മുടെ ശരീരത്ത് ഫലിച്ചാൽ ഫലിച്ചു. അതുകൊണ്ടാണ് ഡോക്ടർമാരുടെ ഒരു ടേംസ് ഇല്ലേ, എന്താണ്, മരുന്നുകളോട് ശരീരം പ്രതികരിക്കുന്നില്ല, അപ്പോൾ ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. മരുന്നുകളോട് ശരീരം പ്രതികരിച്ചാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഇവിടെയാണ് ഭഗവാന്റെ പ്രസക്തി. ഇവിടെ ഭഗവാന്റെ കാരുണ്യപൂർണമായ കടാക്ഷമുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മുടെ രോഗം മാറും. അതുകൊണ്ടാണ് ആയുർവേദ ഡോക്ടർമാര് ധന്വന്തിരി ദേവനെ പ്രാർത്ഥിച്ചതിന് ശേഷമേ മരുന്ന് തരൂ. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? അതിന്റെ കാരണം ഇതാണ്, ഞാൻ ഡോക്ടറാണെന്ന് പറഞ്ഞിരിക്കുന്നു, ഭഗവാന്റെ കാരുണ്യമില്ലെങ്കിൽ നിങ്ങളുടെ രോഗം മാറത്തില്ല എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാനെ അനന്തഭൂമ, വിഷ്ണു, വാതാലയവാസ 3 പദങ്ങൾ കൊണ്ട് വിശേഷിപ്പിക്കുന്നു. അതിന് വലിയ അർത്ഥമുണ്ട്. ഭഗവാനെ 3 പദങ്ങൾ കൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത്. അനന്തഭൂമ, വിഷ്ണു, വാതാലയവാസ. ഭഗവാൻ അനന്തഭൂമാവാണ്. എന്തുകൊണ്ടാണ് ഭഗവാൻ അനന്തഭൂമാവെന്ന് പറയുന്നത്? ഭഗവാന്റെ മഹിമയ്ക്ക് ഒരിക്കലും അവസാനമില്ല. ഭഗവാന്റെ മഹിമ ഇങ്ങനെ എന്താ പറയേണ്ടത്, എണ്ണിയാൽ ഒടുങ്ങാത്ത മഹിമകളാണ്. അത് എത്ര എണ്ണമുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല. ഈ പ്രപഞ്ചമായി സ്വയം വ്യാപിച്ച ചൈതന്യമാണ് മഹാവിഷ്ണു. അപ്പൊ അപ്പൊ ഒന്നാമത്തെ കാര്യം മനസ്സിലായില്ലേ, ഭഗവാന്റെ ഗുണഗണങ്ങൾ എത്രയെന്ന് എണ്ണാൻ പോലും പറ്റത്തില്ല. അത്ര എണ്ണി തിട്ടപ്പെടുത്താൻ പോലും പറ്റാത്ത ഗുണങ്ങൾ ഉള്ളവനെ എന്നതുകൊണ്ടാണ് ഇവിടെ അനന്തഭൂമാവെന്ന് വിളിച്ചിരിക്കുന്നത്. ഇനി പട്ടതിരിപ്പാട് വിഷ്ണു എന്ന് പറഞ്ഞതിൻ്റെ പൊരുളെന്താണ്? ഈ പ്രപഞ്ചമായി സ്വയം വ്യാപിച്ച് നിൽക്കുന്ന ചൈതന്യ രൂപമാണ് മഹാവിഷ്ണു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ താൻ തന്നെയാണ് ഈ പ്രപഞ്ചം. അതായത് മഹാവിഷ്ണു എന്ന് പറയുന്നത് തന്നെയാണ് ഈ പ്രപഞ്ചം. അതിവിശാലമായ പ്രപഞ്ചത്തിലെ അല്പമാത്രമായ ഒരു മണ്ഡരിയുടെ മാത്രം പോലും വലിപ്പമില്ലാത്ത ഒന്നാണ് ഈ ഭൂമി. ആലോചിച്ച് നോക്കിക്കോണം, ഭഗവാനാണ് ഈ പ്രപഞ്ചം, ഈ സർവപ്രപഞ്ചവും ഭഗവാനാണ്. ആ പ്രപഞ്ചത്തിലെ ഒരു മണ്ഡരിയുടെ അത്ര പോലും വലിപ്പമില്ലാത്ത ഒന്നാണ് ഭൂമി. ആ ഭൂമിയിലെ തന്നെ ഒരു കുഞ്ഞു പ്രദേശം, ആ കുഞ്ഞു പ്രദേശത്തെ തന്നെ ഒരു 1000 മണ്ഡരിയുടെ പോലും പകുതിയുടെ പോലും അല്ല, ഒരു മണ്ഡരിയെ 1000ആയി മുറിച്ചാൽ പോലും വലിപ്പമില്ലാത്ത ആരാണ്? മനുഷ്യൻ. ആ മനുഷ്യന്റെ രോഗം എന്ത് തന്നെയായാലും ഭഗവാന് മാറ്റാൻ ഒരു പ്രയാസവും ഇല്ല. അപ്പൊ ഉദാഹരണം, നമ്മുടെ ശരീരം, നമ്മുടെ ഈ ശരീരത്തൊരു മണ്ഡരി പറ്റിയിരുന്നാൽ അത് കളയാൻ നമുക്ക് എന്താ പ്രയാസം? നമ്മുടെ ശരീരത്തൊരു മണ്ഡരി പറ്റിയിരുന്നാൽ നമ്മൾ ഇങ്ങനെ നാക്കിയാൽ പോയി കഴിഞ്ഞു. അതുപോലെ ഈ പ്രപഞ്ചം, അതായത് നമ്മളുടെ കയ്യിൽ ഒരു മണ്ഡരി ഇരിക്കുന്നതിന് തുല്യമാണ് ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന മഹാവിഷ്ണുവിന് നമ്മുടെ ദേഹത്തിരിക്കുന്ന രോഗം എന്ന് പറയുന്നത്. നമ്മൾ കയ്യിലൊരു മണ്ഡരി പറ്റിയാൽ ഇങ്ങനെ ആക്കിയാൽ അങ്ങ് പോകും. നമ്മുടെ കയ്യിൽ ഒരു എറുമ്പ് കയറിയിരുന്നാൽ ഇങ്ങനെ ആക്കിയാൽ പോകും. അതുപോലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ, നമ്മൾ ഭഗവാനോട് വലിയ അസുഖം, ഭഗവാനേ എനിക്ക് അസുഖമാണ് എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഇങ്ങനെ നാക്കിയാൽ മതി, അസുഖം തീർന്നു. അതുകൊണ്ടാണ് വിഷ്ണു എന്ന് വിളിച്ചിരിക്കുന്നത്. പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നവനാണ് വിഷ്ണു. പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നവന് നമ്മളെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പറ്റിയിരിക്കുന്ന ഒരു മണ്ഡരിയുടെ 10,000ന്റെ അംശം വലിപ്പമേ ഉള്ളൂ. കൈകൊണ്ട് ഇങ്ങനെ നാക്കി കഴിഞ്ഞാൽ തീർന്നു.
അപ്പൊ നമ്മുടെ രോഗവും തീർന്നു, എല്ലാം തീർന്നു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ വിചാരിച്ചാൽ നമ്മുടെ രോഗം മാറ്റാൻ യാതൊരു പ്രയാസവുമില്ല. പക്ഷേ നമ്മുടെ രോഗം മാറ്റണം എന്നതിനുള്ള കാരുണ്യം ഭഗവാൻ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ ഭഗവാന് കാരുണ്യം ഉണ്ടാകത്തക്ക പ്രവർത്തികൾ ആരുടെ കയ്യിൽ നിന്ന് ഉണ്ടാകണം? നമ്മുടെ കയ്യിൽ നിന്ന്. ആ പ്രവർത്തികൾ എന്തെന്ന് ചോദിച്ചാൽ, സത്യം പറഞ്ഞാൽ ഈശ്വരനാമം ജപിക്കുക മാത്രമല്ല അതിൻ്റെ പ്രവർത്തികൾ. ഇതൊരു നിരീശ്വരവാദിക്കും പറ്റും. സത്യം മാത്രം പറയുക, സത്യം മാത്രം പ്രവർത്തിക്കുക, ഒരിക്കലും കള്ളങ്ങൾ ചെയ്യാതിരിക്കുക, ആരെയും വഞ്ചിക്കാതിരിക്കുക, ആരോടും കോപിക്കാതിരിക്കുക. ഇത്രയും ഒരു നിരീശ്വരവാദി ചെയ്താൽ വിഷ്ണുവിൻ്റെ കാരുണ്യം അവനിൽ പതിഞ്ഞിരിക്കും. അതേസമയം നിങ്ങൾ അമ്പലത്തിൽ പോകും, ഭഗവാനെ പ്രാർത്ഥിക്കും, ഏകാദശി വ്രതമെടുക്കും, പിന്നെ ഏതൊക്കെ വ്രതമുണ്ടോ അതെല്ലാം എടുക്കും. എന്നിട്ടോ കണ്ണി കണ്ടവരുടെ തെക്ക കോപിക്കും, കോപമടക്കാൻ വയ്യ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആളുകളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്കുകൾ നിങ്ങൾ പറയും, ഇടയ്ക്കിടയ്ക്കൊക്കെ അത്യാവശ്യത്തിന് കള്ളം പറയും. അപ്പോൾ വിഷ്ണു ഭഗവാന്റെ കാരുണ്യം ഉണ്ടാകത്തില്ല. സത്യത്തിൽ നമുക്ക് വരുന്ന രോഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ജന്മത്ത് ചെയ്ത പാപങ്ങളും അതോടൊപ്പം ഈ ജന്മത്ത് പറയുന്ന കള്ളത്തരങ്ങളും കോപങ്ങളുടെയും എല്ലാം ഒരു കൂമ്പാരമാണെന്ന സത്യം നമ്മൾ മനസ്സിലാക്കുക. ഇനി ഭട്ടതിരിപ്പാട് പറയുന്നു, ഭഗവാനെ വാതാലയവാസ എന്നാണ് വിളിക്കുന്നത്. വാതാലയം എന്ന് പറഞ്ഞാൽ ഗുരുവായൂര്. ഇതിന് രണ്ടർത്ഥമുണ്ട്. വാതാലയൻ എന്ന് പറഞ്ഞാൽ ഗുരുവായൂര്. അപ്പോൾ വാതാലയ വാസൻ എന്ന് പറഞ്ഞാൽ ഗുരുവായൂര് വസിക്കുന്നവനെ എന്നൊരർത്ഥം. രണ്ടാമത്തെ അർത്ഥം, ഈ മനുഷ്യ ശരീരത്തെ വാതാലയം എന്ന് വിളിക്കുന്നു. 5 പ്രാണൻ, പഞ്ചപ്രാണങ്ങളുടെ ആലയം എന്ന് പറഞ്ഞാൽ വീട്, വസിക്കുന്ന സ്ഥലം. അപ്പൊ പഞ്ചപ്രാണം. അപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടേ, വാതാലയം എന്ന് പറഞ്ഞാൽ ഗുരുവായൂര്, വാതാലയ വാസൻ എന്ന് പറഞ്ഞാൽ ഗുരുവായൂര് വസിക്കുന്നവൻ. ഇനി രണ്ടാമത്തെ അർത്ഥം, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് തന്നെ ആരാകുന്നു? ഒരു വാതാലയമാണ്. കാരണം പഞ്ചപ്രാണങ്ങളും, മനസ്സിലല്ലേ, പഞ്ചപ്രാണങ്ങൾ വസിക്കുന്ന സ്ഥലമാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. പഞ്ചപ്രാണങ്ങളുടെ വീടാണ് നമ്മുടെ ശരീരം. ഈ ശരീരത്തിന്റെ ഉള്ളിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. അപ്പൊ ഭഗവാനെ, സത്യം പറഞ്ഞാൽ എൻ്റെ ശരീരത്തിന്റെ ഉള്ളിലല്ലേ ഭഗവാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വരുന്ന രോഗത്തെ തടയേണ്ട ബാധ്യത അങ്ങേക്കുണ്ട് എന്നൊരു വാദമുഖം ഇവിടെ ഭട്ടതിരിപ്പാട് ഉന്നയിക്കുകയാണ്. മനസ്സിലായ? പഞ്ചപ്രാണങ്ങളുടെ ഇരിപ്പിടമാണ് ഈ ശരീരം. ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ ഭഗവാന്റെ അംശം ഇരിപ്പുണ്ട്. അങ്ങനെയാകുമ്പോൾ അങ്ങേക്ക് ഇരിപ്പിടം തന്നത് ഈ ശരീരമാണല്ലോ. അപ്പോൾ ഈ ശരീരത്തിന് രോഗങ്ങൾ വരാതെ സംരക്ഷിക്കേണ്ട ബാധ്യത ഭഗവാൻ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭഗവാനെ, അങ്ങയുടെ പ്രസാദത്താൽ ബ്രഹ്മാവിന് പ്രപഞ്ചം സൃഷ്ടിക്കാൻ പറ്റുമെങ്കിൽ പ്രപഞ്ചത്തിലെ ഒരു മണ്ഡലിയായ എൻ്റെ രോഗം മാറ്റാൻ അങ്ങേക്ക് അരക്ഷണം പോലെ കൃഷ്ണ, ഗുരുവായൂരപ്പ, രോഗം മാറ്റണേ ഭഗവാനെ. അതാണ് ഏറ്റവും വലിയ കാര്യം. സമ്പത്തില്ലെങ്കിലും നിവർത്തിയുണ്ട്. എൻ്റെ പൊന്നു തമ്പുരാനെ, രോഗങ്ങൾ വരുത്തരുതേ, രോഗങ്ങൾ വരുത്തരുതേ. എവിടെയും കിടത്തല്ലേ ഭഗവാനെ, എവിടെയും കിടത്തല്ലേ ഭഗവാനെ. അനായാസേന മരണമുണ്ടാകണേ. മരണം വരെയും മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാൻ അനുഗ്രഹിക്കണേ. മരണശേഷം അവിടുത്തെ ദർശനം ഉണ്ടാകണേ രാധാവല്ലഭ. എന്നെയും രാധേ രാധേ ചാനൽ കാണുന്ന എല്ലാവരെയും രോഗങ്ങൾ വരാതെ രക്ഷിക്കണേ ഞങ്ങളുടെ പൊന്നു ഗുരുവായൂരപ്പ, ഞങ്ങളുടെ പൊന്നു രാധാകൃഷ്ണ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.